Swapna's Food World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വേറെ നല്ല നമ്മുടെ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ചമ്മന്തി. ഇത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യാസമായിട്ടുള്ള ഒരു ഒണിയൻ ചമ്മന്തിന്നോ ഉള്ളി ചമ്മന്തിന്നോ തക്കാളി ചമ്മന്തിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ചമ്മന്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി 2 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ചമ്മന്തിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഈസി ടേസ്റ്റി ചട്നി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള കേട്ടോ. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 കാശ്മീരി ചില്ലി. പിന്നെ എരിവിന് ഒരു 3 സാധാരണ ചില്ലി. അതിപ്പോൾ ഒരു എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4-5 എണ്ണം ആവാം. 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയോ, ചെറിയ ജീരകം, ഒരു 2 മീഡിയം സൈസ് തക്കാളി കേട്ടോ, ഒരു ചെറിയ കഷ്ണം ശർക്കര. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ഇതിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം തക്കാളിയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ, ഇത് ജസ്റ്റ് അടിച്ചെടുത്തു. ഇനി നമുക്ക് ആ ഒരു വറവ് ഇടലുണ്ട്, അതാണ് അതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ്. അപ്പം നമുക്കിനി ചട്നിയുടെ മെയിൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഇതിന് ടേസ്റ്റ് വരിക. ഒരു 1-2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. വേറൊരു എണ്ണ യൂസ് ചെയ്താലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് നമ്മുടെ ഈ ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ എണ്ണയിൽ ഈ ചമ്മന്തി ഒന്ന് മിക്സ് ചെയ്യുക. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണ ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, കാരണം ഇതൊന്ന് കുക്കാവാനുണ്ട്. നമ്മുടെ തക്കാളി ഉള്ളി അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് കുക്കാവണം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ആ തക്കാളി ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റായി. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ദോശ, ഇഡ്ഡലി, അതായത് നമ്മുടെ അങ്ങനെ മൊരിയാത്ത അങ്ങനത്തെ ദോശയല്ലേ, അങ്ങനത്തെ ദോശ, അതുപോലെ ഇഡ്ഡലി, അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഈവൻ നമ്മുടെ ചട്നിയുടെ ആവശ്യം പോലും ഇല്ല, തേങ്ങ ചട്നിയുടെ അത്രയും ടേസ്റ്റാണ്. പനിയാരം ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. 2 മിനിറ്റ് മതി കേട്ടോ ഉണ്ടാക്കാൻ. അപ്പം നമ്മുടെ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ? തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെയിൻ ഡിഷ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.